തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 8ാം തന്ത്രത്തിലെ അവസ്ഥാഭേദത്തിലെ പുതിയ ഒരു പാഠലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ. നിദ്രയുണ്ടാവും അഭിമാനത്താ ജീവന്മാർക്ക് ചിന്തിച്ചു പോരും രണ്ട് കർമ്മങ്ങളെയും ജീവൻ പഞ്ചേന്ദ്രിയങ്ങളെയും ചങ്ങാതിമാരായിക്കൊണ്ട് അധോമുഖരായിത്തീരും മേലോട്ട് നോക്കിയിടാതെ. ഇതാണ് തിരുമൂലദേവൻ 8ാം തന്ത്രത്തിൽ പറയുന്ന മറ്റൊരു പാഠൽ. ഈ പാഠലിൻ്റെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്. നോക്കൂ. നിദ്രയുണ്ടാവും അഭിമാനത്താൽ ജീവന്മാർക്ക്. ജീവന് അഭിമാനബോധം ഉണ്ടാകുന്നു. അതായത് ഒരു കുഞ്ഞ് ഓർമ്മ വച്ച സമയം മുതൽ അതിന് അഭിമാനമുണ്ടാകും, ഞാനെന്ന ഭാവമുണ്ടാകും. ഞാനെന്ന ഭാവമുണ്ടാകുമ്പോൾ ഉണർവും നിദ്രയും എല്ലാം മാറി മാറി സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. നോക്കൂ. അതായത് 3 അവസ്ഥകളെപ്പറ്റി നമ്മൾ കണ്ടു. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. ഈ 3 അവസ്ഥകളിൽ ലയിച്ച് അതാത് സംസ്കാരം കൈവരിച്ച് നിൽക്കുന്ന ജീവൻ ഒരിക്കലും സ്വസ്വരൂപത്തെ, അതായത് തൻ്റെ യഥാർത്ഥ സ്വരൂപമായ ആത്മാവിനെ അറിയുവാനോ പ്രാപിക്കുവാനോ ആകാതെ മായാവൃത്തികളിൽ മുഴുകി നാനാവിധ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് പല കർമ്മബന്ധങ്ങളിലും പെട്ട് അങ്ങനെ കഴിയുന്ന കാഴ്ച നാം കാണുന്നു. ജീവൻ മായാബന്ധങ്ങളിൽപ്പെട്ട് അനേകം കർമ്മഫലങ്ങൾ അനുഭവിച്ച് ജനന മരണങ്ങളിലൂടെ കടന്നുപോയി പഞ്ചേന്ദ്രിയങ്ങളുടെ അടിമയായി കർമ്മബദ്ധരായിത്തീരുന്ന അവസ്ഥയാണ് നാം ഇവിടെ കാണുന്നത്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൻ്റെ ഭൗതികമായ നേട്ടങ്ങളിലും കോട്ടങ്ങളിലും പെട്ട് ദുഃഖിതരായി അല്ലെങ്കിൽ സന്തോഷിച്ച് ജീവിതം നയിച്ചു പോരുന്നു. എന്നാൽ അവർ ഉന്നതമായ ആത്മബോധത്തെ പറ്റി അന്വേഷിക്കുകയോ കണ്ടെത്തുകയോ ചെയ്യുന്നില്ല. ഇതാണ് സാധാരണ 90% മനുഷ്യരും ചെയ്യുന്നത്. എന്നാൽ അപൂർവം പേർ മാത്രം ആത്മാവിനെ അല്ലെങ്കിൽ സ്വബോധത്തെ, സ്വസ്വരൂപത്തെ അന്വേഷിച്ച് അവസാനം കണ്ടെത്തുന്നു. അങ്ങനെ കണ്ടെത്തുന്നവർ തന്നെ വളരെ ചുരുക്കമാണ് താനും. ഉപനിഷത്തുകളിൽ 2 തരം പക്ഷികൾ ഒരു വൃക്ഷത്തിലിരിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു ഭാഗമുണ്ട്. സുവർണ എന്ന് തുടങ്ങുന്ന ഒരു മന്ത്രം. ആ മന്ത്രത്തിൻ്റെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്. അതായത് ഒരു വൃക്ഷത്തിൻ്റെ താഴെ ഒരു പക്ഷി ഇരിക്കുന്നു, അതേപോലെ കൊമ്പത്ത്, ഏറ്റവും ഉന്നതമായ കൊമ്പത്ത് മറ്റൊരു പക്ഷി ഇരിക്കുന്നു. താഴെ ഇരിക്കുന്ന പക്ഷി വൃക്ഷത്തിൻ്റെ ഫലങ്ങളെല്ലാം കൊത്തിത്തിന്ന് അങ്ങനെ കഴിഞ്ഞ് കൂടുന്നു. എന്നാൽ മുകളിലിരിക്കുന്ന പക്ഷിയാകട്ടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിർവേദഭാവത്തിലിരിക്കുന്നു. ഇങ്ങനെയുള്ള 2 പക്ഷികളെ പറ്റി ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ഇതിൽ വൃക്ഷത്തിൻ്റെ താഴെ ഇരിക്കുന്ന പക്ഷി ജീവനാണ്. ആ ജീവൻ സുഖഭോഗങ്ങളിൽ മുഴുകി അതിൽ ആസക്തി പൂണ്ട് പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെ പാഞ്ഞുപോയി ജീവിതമൊടുക്കുന്നു. എന്നാൽ മേലെ ഇരിക്കുന്ന പക്ഷിയാകട്ടെ ഈശ്വരനെ അന്വേഷിച്ച് അവസാനം നിർവേദത്തിൽ എത്തിച്ചേരുന്ന പക്ഷിയാണ്. അപ്പോൾ ഈ 2 പക്ഷികൾ ജീവൻ്റെ 2 ഭാവങ്ങളാണ്. സാധാരണ മനുഷ്യർ ഈ വൃക്ഷത്തിൻ്റെ താഴെ കൊമ്പിലിരുന്ന് വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്ന നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരാണ്. എന്നാൽ മുകളിലിരിക്കുന്ന പക്ഷിയാകട്ടെ നിർവേദ ആസ്വദിച്ച് ആ ആത്മസുഖത്തിൽ മുഴുകി കഴിയുന്ന ചുമ്മാതിരിക്കുന്ന പക്ഷിയാണ്. ഈ 2 പക്ഷികളെ പ്രതീകവൽക്കരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ താഴെയിരിക്കുന്ന പക്ഷി മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നതായിട്ടും അങ്ങനെ മുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ മുകളിലിരിക്കുന്ന പക്ഷിയുടെ നിഴൽ മാത്രമാണ് താനെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം സംജാതമാകും. പക്ഷേ
സാധാരണ മനുഷ്യർ എപ്പോഴും ഈ താഴെ ഇരിക്കുന്ന പക്ഷിയെപ്പോലെ താഴെ തന്നെ ഇരുന്ന് ഓരോരോ ഫലങ്ങൾ കൊത്തിത്തിന്ന് അവരുടെ കർമ്മഫലങ്ങൾ അനുഭവിച്ച് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പാഞ്ഞുപോയി ജനന മരണങ്ങൾക്ക് വിധേയനായി കഴിയുന്നു. ഇതാണ് സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്ന ദുരന്തം. എന്നാൽ ഒരു ചിന്തിക്കുന്ന മനുഷ്യൻ, ഞാൻ ആരാണ് എന്ന് സ്വയം ആത്മവിചാരം ചെയ്യുന്ന മനുഷ്യൻ, ഈ താഴത്തെ കൊമ്പിൽ നിന്ന് പറന്ന് മുകളിലേക്ക് എത്തിച്ചേരുകയും മുകളിലെ പക്ഷിയുമായി ഒന്നിക്കുകയും ചെയ്യുമ്പോൾ താൻ മുകളിലത്തെ പക്ഷിയായിരുന്നു എന്നും അത് താഴേക്ക് താണ് ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ് എന്നും മനസ്സിലാക്കുന്നു. ഇതാണ് ഈ ഉപനിഷത്തുകളിലെ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കൂ, പഞ്ചേന്ദ്രിയങ്ങളെയും ചങ്ങാതിമാരായിക്കൊണ്ട് അധോമുഖരായിത്തീരും മേലോട്ട് നോക്കിയിടാതെ, മേലോട്ടേക്ക് നോക്കാതെ, അതായത് മേലിരിക്കുന്ന നിർവേദ പക്ഷിയെ കാണാതെ താഴെ ഇരുന്നു കൊണ്ട് അധോമുഖരായി എപ്പോഴും പഞ്ചേന്ദ്രിയങ്ങളുടെ അടിമയെ, പഞ്ചേന്ദ്രിയങ്ങളെ ചങ്ങാതിമാരായി കണ്ട് അധോമുഖമായിത്തീരുന്ന സാധാരണ മനുഷ്യർ. അപ്പോൾ 90% മനുഷ്യരും അധോമുഖരായി ജീവിക്കുന്നവരാണ്, താഴോട്ട് നോക്കുന്നവരാണ്, മേലോട്ടേക്ക് നോക്കുന്നവരല്ല. താഴോട്ടേക്ക് നോക്കുക എന്ന് വെച്ചാൽ ബഹിർമുഖരായി സൃഷ്ടിയുടെ പ്രപഞ്ചത്തിൻ്റെ നാനാവിധ സുഖഭോഗങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് ജീവിതമൊടുക്കുന്ന സാധാരണ മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ചിട്ടാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. അത് നോക്കൂ, പഞ്ചേന്ദ്രിയങ്ങളെയും ചങ്ങാതിമാരായി കൊണ്ട് അധോമുഖരായിത്തീരും മേലോട്ടേക്ക് നോക്കിയിടാതെ. ഇതാണ് സാധാരണ മനുഷ്യരുടെ ജീവിത ദുരന്തം. അവർ പഞ്ചേന്ദ്രിയങ്ങൾക്കടിമയായി സുഖഭോഗങ്ങളിൽ മുഴുകി ആ കർമ്മബദ്ധരായി ജീവിക്കുന്നു. ഈ കർമ്മബദ്ധരായി പഞ്ചേന്ദ്രിയങ്ങളുടെ അടിമയായി സുഖവും ദുഃഖവും അനുഭവിച്ച് കഴിയുന്ന ഈ സാധാരണ മനുഷ്യൻ ഒന്ന് മേലോട്ടേക്ക് നോക്കിയാൽ മതി. മേലോട്ടേക്ക് നോക്കിയാൽ അവിടെ തൻ്റെ തന്നെ യഥാർത്ഥ രൂപമായ നിർവേദ പക്ഷിയെ കാണാൻ കഴിയും. അതായത് അങ്ങേയറ്റം ആനന്ദാതീതമായൊരവസ്ഥയിൽ എത്തിച്ചേർന്ന തന്നെ തനിക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ആരാണ് എന്ന്, യഥാർത്ഥ ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ കണ്ടെത്തുന്നത് എന്താണ്? ആനന്ദാതീതനായ എന്നെ തന്നെയാണ്. എന്നിലെ ആനന്ദസ്വരൂപനായ ബോധസ്വരൂപനായ ശിവനെ തന്നെയാണ് എനിക്ക് കാണാൻ കഴിയുക. പക്ഷേ നാം എല്ലാം എന്തു ചെയ്യുന്നു? അധോമുഖരായി ബഹിർമുഖരായി ജീവിതത്തിൻ്റെ നാനാവിധ ക്ലേശങ്ങളിൽപ്പെട്ട് നശിച്ച് കഴിയുന്നു. ഈ ഭാഗം ഭഗവത്ഗീത 14-ാം അധ്യായത്തിൽ ജീവൻ്റെ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളെപ്പറ്റി ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നൊരു ഭാഗമുണ്ട്. ഞാനതിൻ്റെ ഗദ്യ അർത്ഥം മാത്രം നോക്കുന്നുള്ളൂ. നോക്കൂ, അല്ലയോ അർജുന, 3 ഗുണങ്ങൾ അടങ്ങിയതാണ് ഭൗതിക പ്രകൃതി. അതായത് സത്വം, രജസ്, തമസ് എന്നിങ്ങനെയുള്ള 3 ഗുണങ്ങൾ അടങ്ങിയതാണ് ഈ പ്രകൃതി. എല്ലാവരും എന്താണ് സംഭവിക്കുന്നത്? പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ വ്യാമോഹിതനായി അത് പ്രവർത്തിച്ച് പോരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വിവിധ തരത്തിലുള്ള ശരീരങ്ങളിലാണവ കുടികൊള്ളുന്നത്. അതുകൊണ്ട് പ്രകൃതിയുടെ വിഭിന്ന ഭാവങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. വൈവിധ്യമാർന്ന സന്താപങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഇത് കാരണമായിത്തീരുന്നു. അതുകൊണ്ട് അല്ലയോ അർജുന, മറ്റുള്ളവയെ അപേക്ഷിച്ച് വിശുദ്ധമാകയാൽ സത്വഗുണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രകാശമാനമാണ്, പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. അപ്പോൾ സത്വ, രജസ്, തമോ ഗുണങ്ങളിൽ സത്വഗുണം പ്രകാശമാനമാണ്. പക്ഷേ അതും നമ്മളെ കർമ്മത്തിലേക്ക് നയിക്കുന്നു. ഒരവസ്ഥയിൽ നാം ഈ സത്വഗുണവും ഉപേക്ഷിക്കേണ്ടതുണ്ട്. മുകളിലെ പക്ഷിയുടെ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഈ 3 ഗുണങ്ങളെയും നാം കൈവിടേണ്ടതുണ്ട്.
ഇനി നോക്കൂ, ഭഗവത്ഗീതയിൽ പറയുന്ന അടുത്ത ഭാഗം, രജസ്സിനെ, രജോ ഗുണത്തെ രാഗാത്മകം എന്ന് വിളിക്കാം. പിന്നെ തൃഷ്ണയാണ് ഇതിൻ്റെ മൗലിക സ്വഭാവം. തൃഷ്ണാസംഘങ്ങളിൽ നിന്നും ജനിച്ചതാണ് ഈ രാജസ്വഭാവം. അതുകൊണ്ട് അല്ലയോ അർജുന, അളവറ്റ തൃഷ്ണാധിക്യത്താൽ നിന്നുളവാകുന്ന രജോ ഗുണം ദേഹസ്ഥനായ ജീവനെ അത് ഭൗതികമായ ഫലങ്ങളിലേക്കും കർമ്മബന്ധങ്ങളിലേക്കും നയിക്കുന്നു. അപ്പോൾ രജോ ഗുണം എപ്പോഴും തൃഷ്ണയിൽ നിന്ന് ഉണ്ടാകുന്ന, ആഗ്രഹങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ തമോ ഗുണമാകട്ടെ സർവശരീരങ്ങളെയും വ്യാമോഹിപ്പിക്കുന്നു. ഈ ഗുണത്തിൻ്റെ ഫലങ്ങളായ പ്രമാദം, അലസത, നിദ്ര എന്നിവ ബദ്ധജീവാത്മാവിനെ കുടുക്കിയിടുന്നു എന്നാണ് ഭഗവത്ഗീത നമ്മളോട് പറയുന്നത്. പിന്നെ അതേപോലെ സത്വഗുണം ഒരാളെ സുഖം കൊണ്ട് ബന്ധിക്കുമ്പോൾ രജോ ഗുണം കാമ്യകർമ്മങ്ങൾ കൊണ്ട് ബന്ധിക്കുന്നു. പിന്നെ ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമോ ഗുണമാകട്ടെ ഉന്മാദം കൊണ്ടും ഒരാളെ ബന്ധിക്കുന്നു എന്നാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. അതുകൊണ്ട് അല്ലയോ ഭാരത, സത്വഗുണം രജസ്തമോ ഗുണങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണെങ്കിൽ ജീവിതം സന്തോഷഭരിതമായി തീരും. ചിലപ്പോൾ രജസ് സത്വതമോ ഗുണങ്ങളെ കീഴടക്കുന്ന അവസ്ഥയും ഉണ്ടാകും. മറ്റു ചിലപ്പോൾ തമസ് സത്വരജസ് തമസുകളെയും ഈ വിധത്തിൽ എപ്പോഴും ആധിപത്യത്തിലുള്ള മത്സരം നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഗുണത്തെ തോൽപ്പിച്ചുകൊണ്ട് രജോ തമോ ഗുണങ്ങൾ ആധിപത്യം ചെലുത്തുമ്പോൾ അയാളുടെ ജീവിതം ദുരിതപൂർണമായി, ദുഃഖപൂർണമായി തീരുന്നു. അപ്പോൾ നമ്മളെല്ലാം രജോ ഗുണത്തിൻ്റെയും തമോ ഗുണത്തിൻ്റെയും അടിമയായി ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിച്ച് തൃഷ്ണയ്ക്ക്, അനേകം ആഗ്രഹങ്ങൾക്ക് അടിമയായി ജീവിതം ആസക്തി പൂണ്ട് നാം നശിക്കുന്നു. ഇതുതന്നെയാണ് ജ്ഞാനപ്പാനയിൽ പൂന്താനം നമ്മളോട് വാചാലമായി പറയുന്നത്. ഞാൻ ആ ഭാഗം വായിക്കാം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നതു ചിലർ, മതമത്സരം ചിന്തിച്ച് മതികെട്ടു നടക്കുന്നതു ചിലർ, ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പൊക്ക് കുഞ്ചിരാമനായിടുന്നതു ചിലർ, കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നതു ചിലർ, ശാന്തി ചെയ്ത് പുലർത്തുവാനായിട്ട് സന്ധ്യോളം നടക്കുന്നതു ചിലർ, അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ, അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ, സത്തുക്കൾ കണ്ട് ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ പ്രവർത്തിക്കുന്നു ചിലർ, വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നതു ചിലർ, കാണുക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീവണ്ണം നിൽപ്പുവെന്നും ചിലർ, ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് ബ്രഹ്മാവും എനിക്കൊക്ക എന്ന് ചിലർ, അർത്ഥാശയ്ക്ക് വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നതു ചിലർ, സ്വർണ്ണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നതു ചിലർ, മത്തേപം കൊണ്ട് കച്ചവടം ചെയ്ത് ഉത്തമ തുരകങ്ങളതും കൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ട് എത്ര നേടുന്നതർത്ഥം ശിവ, വൃത്തിയും കെട്ട് തൂത്തരായ എപ്പോഴും അർത്ഥത്തെ കൊതിച്ച് അത്രേ നശിക്കുന്നു, അർത്ഥമത്രേ വളരെ ഉണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം, 10 കിട്ടിയാൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിൽ ഉണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും, ആശയായുള്ള പാശമതിങ്കൽ നിന്ന് വേർവിടാതെ കരകയറുന്നു മേൽക്കുമേൽ. അപ്പോൾ ആശയിൽപ്പെട്ട് 10 കിട്ടിയാൽ 100-ന് മോഹം, 100, 1000, 1000, 10,000 ഇങ്ങനെ കൂട്ടി സമ്പത്ത് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർ ആശയുടെ പിന്നാലെ
പാഞ്ഞുപോയി ജീവിതത്തിൽ ആസക്തി പൂണ്ട് അഹംഭാവഭരിതരായി ജീവിതത്തെ നശിപ്പിക്കുന്നു. ഇതാണ് സാധാരണ മനുഷ്യരുടെ അവസ്ഥ. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.